ഇരട്ട കൊലപാതകം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതി ചെന്താമരയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതിയെ സംബന്ധിച്ച് ഇനിയും വിവരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിവിധയിടങ്ങളിൽ തെരച്ചിൽ തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിന് വീഴ്ചയുണ്ടായെങ്കിൽ അന്വേഷിക്കുമെന്നും SP പറഞ്ഞു. ഓൾറെഡി ടീം പുറത്തുണ്ട്. മഴ ഭാഗം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏകദേശം ആ സ്ഥലം ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ കുറച്ച് ഭാഗം ബാക്കിയാണ്. ടീം വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇയാൾ എവിടെയാണ്? കാരണം ഈ വീട്ടിലിനെ നമുക്ക് ഒരു വിഷക്കുപ്പി കൂടിയാണ് കിട്ടിയത്. സോ ആ സൂസൈഡിൻ്റെ ആംഗിൾ ഞങ്ങൾ ഇപ്പോൾ ഒഴിവാക്കുന്നില്ല. ആ ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങൾ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നോക്കി, പക്ഷേ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല. കഡാവർ ഡോഗ് കൂടി ഞങ്ങൾ നാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ചിലപ്പോൾ കഡാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം. ഒരു ഫോണിൽ കുറേ സിം കാർഡാണ് ഉപയോഗിച്ചത്. പിന്നെ ഇയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റ് ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് IMR വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. സോ ആ എല്ലാം ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്യുന്നുണ്ട്. വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിലെടുക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് അതിൻ്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ചിട്ട് എടുക്കാൻ പോകും. വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. സൂരജ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഒരാളിൻ്റെ അന്ധവിശ്വാസം അത് എത്രത്തോളം അയാളുടെ മനസ്സിനെ മലീമസമാക്കാം, മനോവൈകല്യം ഉണ്ടാക്കാം എന്നതിനൊരു തെളിവാണിത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനോവൈകല്യം കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാം, തിരിച്ചും ഉണ്ടാകാം. ഇയാൾക്ക് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ 24 മണിക്കൂറായിട്ടും ഇയാളെ കാണാൻ സാധിക്കുന്നില്ല. വിഷക്കുപ്പി കണ്ടത് ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യയാകാൻ ഒരു സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ചിലപ്പോൾ അന്വേഷണം വഴിതെറ്റിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇയാളെ കണ്ടിട്ടില്ല. പക്ഷേ ഇയാൾ വിറ്റ ഒരു ഫോൺ കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് കണ്ടെത്തിയത് ഓണായി എന്ന് പറയുന്നു. അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ക്രിസ്റ്റിന, തീർത്തും പോലീസ് ഇരട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. SP ഇറക്കിയുള്ള ഒരു സ്ട്രൈക്ക്, അതായത് മാധ്യമങ്ങൾ ഈ വാർത്തയിൽ കൂടുതൽ വേരൂന്നുന്നു, അതോടൊപ്പം തന്നെ പോലീസിനെ കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വജ്രായുധം എന്ന കണക്കിലാണ് SP ഒരു വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത്. പക്ഷേ SP ആകട്ടെ ഈ ജാമ്യവ്യവസ്ഥകളടക്കം പ്രതി ലംഘിച്ചതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു ചെറിയ പിഴവ് മാത്രമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഒരു പ്രതിയുടെ വീട്ടിൽ നേരിട്ടെത്തി 2 പോലീസുകാർ എത്തുന്നു. ആ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന ആ പോലീസുകാർക്ക് തന്നെ പ്രഥമ ദൃഷ്ടിയ മനസ്സിലായതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ 1 മാസത്തിനടുത്തായിട്ടും ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ ഈ ജാമ്യം റദ്ദ് ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ SP ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമായിരുന്നു. അതായത് എല്ലാ വിമർശനങ്ങൾക്കും SP ഇറക്കിയുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ SP ഇറക്കിയുള്ള ഒരു പ്രതിരോധം, അത് തീർക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അത് പാളിയിരിക്കുന്നു തീർത്തും. അതായത് ഇപ്പോൾ 24 മണിക്കൂറിലധികം പിന്നിടുന്ന ഈ കൊലപാതകം നടന്നിട്ടും 24 മണിക്കൂറിനിപ്പുറവും കേരള പോലീസിനെ ലജ്ജിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട് ഇളക്കിയുള്ള തെരച്ചിൽ എന്നതിനപ്പുറത്തേക്ക് കാടിന് പുറത്ത് പ്രതി എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. പോലീസ് പറയുന്നത് ഇനിയും ഒരു മേഖല കൂടി, ഈ വനമേഖലയോട് ചേർന്ന ഒരു മേഖല കൂടി പരിശോധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ കൂടി ഈ മേഖലയിലേക്ക് നിയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് SP പറയുന്നത്. ഡ്രോൺ പരിശോധന കൊണ്ട് ഡ്രോൺ പരിശോധന ഇന്നും ഇന്നലെയും എല്ലാം നടത്തി. പക്ഷേ ഡ്രോൺ പരിശോധനയിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ പോലീസിന് ആശ്വാസമായുള്ളത് ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ തന്നെ ചില CDR വിവരങ്ങളാണ്. അതായത് പ്രതിയുടെ ഫോണിലെ സിമ്മ് മറ്റു ചില ഫോണുകളിൽ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ഫോണുകൾ പ്രതിയുടെ സിമ്മും ഇട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇവയെല്ലാം തന്നെ ഈ CDR വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട്, ഈ ഫോൺ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് തിരുവമ്പാടിയിൽ പ്രതി ജോലി ചെയ്തു എന്ന് കരുതുന്ന സ്ഥലത്തിന് സമാനമായ ഒരു സ്ഥലത്ത് ഒരു ഫോൺ ഓണാകുന്നത്. പക്ഷേ പ്രതി വിറ്റ ഫോണാണ് എന്നുള്ളതാണ് നിഗമനം. അവിടെയും പ്രതിയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല. പക്ഷേ എന്നാൽ പോലും പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം ആ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നീക്കം കൂടി ഉള്ളത്, നാളെ ഈ ആത്മഹത്യയാണോ ഇത്, അതായത് പ്രതി ഇതിനുശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്നൊരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ വനത്തിനുള്ളിൽ കഡാവർ ഡോഗിനെ ഇറക്കിയുള്ള ഒരു പരിശോധന കൂടി സംഘടിപ്പിക്കുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ഇതുവരെയും ഒരു തുമ്പുമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ക്രിസ്റ്റിന.